ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, നമുക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗാർലിക് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ ഉള്ള വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം വരെ എടുത്താലും മതി കേട്ടോ. കാരണം ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ വരും. അപ്പോൾ ഞാനിവിടെ ഫ്ലേവർ കുറഞ്ഞതുകൊണ്ട് തന്നെ 3 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ഇതേപോലെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളകിന് നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കൂടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ മിക്സ്ഡ് ഹെർബ്സ് ആണ്. അപ്പോൾ അത് വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അത് വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപ്പോട് കൂടിയിട്ടുള്ള ബട്ടറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഈ ടൈമിൽ നമുക്ക് അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗാർലിക് ബ്രെഡ് എന്ന് പറയുമ്പോൾ അതിൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടിയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി കൂടിണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ഒന്ന് തേച്ച് കൊടുക്കാം. ഒത്തിരി കട്ടിയിലൊന്നും വേണ്ട കേട്ടോ, അത്യാവശ്യം കട്ടിയിൽ മാത്രം മതി. ഞാനിവിടെ ഒരു സൈഡിൽ മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ, അകത്ത് തേക്കുന്നില്ല. കാരണം നമ്മൾ ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ താഴെയും കൂടി തേച്ച് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അതെടുക്കാം. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചുവന്ന മുളകുണ്ടല്ലോ, അത് അല്പം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറിയൊരു എരിവിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ബട്ടർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഞാൻ അടുത്ത 2 സ്ലൈസ് ബ്രെഡും കൂടി ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിരുന്ന ബ്രെഡിൻ്റെ ബട്ടറുള്ള ഭാഗം താഴെ ആകുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ 2 സ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് കുക്കാവുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി ബട്ടർ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാട്ടോ, കാരണം ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് തേച്ച് കൊടുക്കാത്തത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തവിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡിൽ ചീസൊക്കെ നന്നായിട്ട് ഉരുകുന്ന ടൈമിൽ തന്നെ ഈ ബട്ടർ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 എണ്ണത്തിൻ്റെ മുകളിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ താഴെ ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബട്ടറും ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. നല്ലൊരു ടേസ്റ്റുമാണിത്. ഗാർലിക്കിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ വരും ബ്രെഡിലോട്ട്. അപ്പോൾ ഈ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇനി തവിന്ന് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഗാർലിക് ബ്രെഡ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ബ്രെഡ് രണ്ടും കൂടി നന്നായിട്ട് ഒട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തവിന്ന് മാറ്റി കൊടുക്കാം. ഗാർലിക് ബ്രെഡ് ഫിംഗർ ആയതുകൊണ്ട് തന്നെ ഇതേപോലെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു ബ്രെഡ് 3 സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 2 എണ്ണം മതി എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്ന കണ്ടല്ലോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്